ഹായ് എല്ലാവർക്കും എൻ്റെ സിജോ ജോയ് വ്ലോഗ് ഹെൽത്ത് ഫിറ്റ്നസ് വ്ലോഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗെയ്സ്, ഇന്നത്തെ വ്ലോഗ് അത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഒരു വ്ലോഗും പിന്നെ നേരത്തെ ചെയ്ത വ്ലോഗും രണ്ടും ഒരുമിച്ച് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യും. ചേർത്ത് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഗെയ്സ്, ഒരു 10-15 മിനിറ്റാണ് ഇന്നത്തെ നമ്മുടെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ബ്ലോഗ്, ഹെൽത്ത് ഫിറ്റ്നസ് ബ്ലോഗ്. ഒരു 10-15 മിനിറ്റ് മാത്രം ഉള്ളൂ. പിന്നെ ഇത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വയറപ്പാണ്. ഞാൻ ഇപ്പം നേരം മുമ്പ് നടന്നു. അപ്പം അതിൻ്റെയൊക്കെ വയറപ്പാണ് ഇത്. പിന്നെ ഞാൻ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോഴാണ് ഞാൻ നല്ല രീതിയിൽ വയർക്കുക. അല്ലാണ്ട് നോർമൽ രീതിയിൽ ഞാൻ വയർക്കും. അതിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥയാണ്. എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പറയാന്ന് വെച്ചാൽ അല്ലാണ്ട് നോർമൽ രീതിയിൽ ഇതുപോലെ വയർക്കുണ്ടാവും. എൻ്റെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥയാണ്. കൂടുതലായിട്ട് ഞാൻ വയർക്കണത് നല്ല രീതിയിൽ ഹാർഡായ രീതിയിൽ ദീർഘനേരം വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് വയർക്കുന്നത്. നല്ല ഹാർഡായ പണി ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും കൂടുതലായിട്ട് വയർക്കും. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ വയർക്കുന്നത് നല്ല ഹാർഡായ പണി ചെയ്യുമ്പോൾ, പിന്നെ നല്ല ഹാർഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും, വയർത്തൊലിക്കാൻ തുടങ്ങും. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യം പറയാൻ നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യും. അത് 2 നേരം വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു വാമപ്പ് ചെയ്യണത് അത്യാവശ്യമാണ്. അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ ഇതുപോലെ പിടിച്ചിട്ട് ഇടത് കൈ വലത് കൈയുടെ മുട്ടും ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ച് ഈ വശത്തേക്ക് വലത് കൈനെ ഇതുപോലെ ഇടത് കൈ വലത് കൈയുടെ മുട്ടും ഇതുപോലെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ തന്നെ ഇവിടെ ഒരു റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ഇങ്ങനെ ഒരു മിനിറ്റോളം നീളം ഇതുപോലെ ചെയ്യണം.
ഇതുപോലെ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ഈ എക്സസൈസ് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഈ വാമപ്പ് ചെയ്താൽ മറ്റ് ബാക്കിയുള്ള എക്സസൈസ് ചെയ്യാനുള്ള എനർജി കിട്ടും. ഈ എക്സസൈസ് ചെയ്യുമ്പോഴേ ബാക്കിയുള്ള എക്സസൈസ് ബാക്കിയുള്ള എക്സസൈസ് ചെയ്യാനായിട്ടുള്ള എനർജി കിട്ടും. ഇതുപോലെ ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ഹെൽത്ത് ഫിറ്റ്നസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ 10-15 മിനിറ്റ് ഞാൻ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള എക്സസൈസ് ഞാൻ 10-15 മിനിറ്റ് മാത്രമേ ഒന്നും ചെയ്യുന്നുള്ളൂ. അത് വ്ളോഗ് ഞാൻ 10-15 മിനിറ്റ് ചെയ്യുന്നുള്ളൂ. നേരത്തെ ചെയ്ത വീഡിയോ പിന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ രണ്ടും ഒരുമിച്ച് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. രണ്ടും ഞാൻ ഒരുമിച്ച് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം ചെയ്യുന്ന എക്സസൈസാണ് വാൾ പുഷപ്പ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അത് 10 തവണ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾ 2 കൈകളും ഇതുപോലെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഇരിക്കുക. നിങ്ങൾ നന്നായിട്ട് താഴുക, പൊന്തുക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വേറൊന്നല്ല, നിങ്ങൾ നല്ല ഇതുപോലെ പുഷ്ടിങ്ങായിട്ടുള്ള സംഭവം നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ പുഷ്ടിങ്ങായിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രീത്തിങ് എടുക്കണം. എന്ന് പറഞ്ഞാൽ ശ്വാസം ഉള്ളിലോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, പുറത്തേക്ക് ശ്വാസം വിടണം. എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ചെയ്യണം ഇടയിൽ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ താഴേക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ പുറത്തേക്ക് വിടുന്നത് എങ്ങനെയാണെന്നും അതും ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് പതുക്കെ ഉള്ളിലോട്ട് എന്ത് ചെയ്യുക, ശ്വാസം ഉള്ളിലോട്ട് പതുക്കെ എടുക്കുക. എന്നിട്ട് ഒപ്പം ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് എടുത്ത ശ്വാസം മുകളിലേക്ക് കൊണ്ടുമ്പോൾ വിടുക. മുകളിലേക്ക് കൊണ്ടുമ്പോൾ എടുത്ത ശ്വാസം ഉള്ളിലോട്ട് എടുത്ത ശ്വാസം മുകളിലേക്ക് കൊണ്ടുമ്പോൾ എന്ത് ചെയ്യുക, പതുക്കെ ശ്വാസം വിടുക. ഇതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ
ഇതുപോലെ 10-20 തവണ ഇങ്ങനെ 15 തവണ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അടുത്ത എക്സസൈസ് ചെയ്യുമ്പോഴും ബ്രീത്തിങ് എടുക്കണം. ബ്രീത്തിങ് എടുത്തിട്ട് എക്സസൈസ് ചെയ്യാൻ പാടില്ല. അത് ചില എക്സസൈസ് ചെയ്യാൻ ബ്രീത്തിങ് ചില എക്സസൈസിന് വേണ്ടി വരും. ചില എക്സസൈസ് ചെയ്യാൻ വേണ്ടി ബ്രീത്തിങ് എടുത്ത് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ബ്രീത്തിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഓരോരോ വർക്കൗട്ടിന് വളരെ കുറച്ചേ ഉള്ളൂ. ചില എക്സസൈസിന് ബ്രീത്തിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ചില എക്സസൈസിന് മാത്രമേ ബ്രീത്തിങ്ങിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ചിലതിന് ബ്രീത്തിങ് വേണ്ട, നോർമലായിട്ട് ചെയ്താൽ മതി. ഇത് ചില എക്സസൈസിന് അപ്പം അത്രയുള്ളൂ. ഈ അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ പുഷപ്പിൻ്റെ അടുത്താണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. അതിലും നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഒരു കാര്യം പുഷ് ചെയ്യുമല്ലോ, പിന്നെ ഒരു കാര്യം മുമ്പിലായിരിക്കും. അപ്പോൾ ഈ ഞാൻ മുമ്പിൽ വെച്ചെന്ന് വിചാരിക്കും. അപ്പോൾ ഈ കാല് ബാക്കിലാവും. ഈ കാല് ചെറുതായിട്ട് ഇങ്ങനെ താഴത്ത് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ആദ്യം ശ്വാസം ഉള്ളിലോട്ട് എടുക്കണം. അതെങ്ങനെ? ഈ കാല് താഴോട്ട് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? അല്പനേരം ഒരു 3-4 സെക്കൻഡ് ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് പിടിക്കുക. എന്നിട്ട് മുമ്പോട്ട് വെച്ച കാല് പതിയെ മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് മുന്നോട്ട് വെച്ച കാല് എന്ത് ചെയ്യണം? ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഉള്ളിലോട്ട് എടുത്ത ശ്വാസം പുറത്തേക്ക് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടണം. ഇതെങ്ങനെ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഈ കാലം മുന്നോട്ട് വയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെ ഏത് കാലം മുന്നോട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ ബാക്കിത്തെ കാല് താഴോട്ട് പുഷ് ചെയ്യുമ്പോൾ ശ്വാസം നീളം എടുക്കണം. എന്നിട്ട് ഈ കാല് നേരത്തെ ഇപ്പം മുമ്പോട്ട് വെച്ച കാല് അല്പം നേരം ഇവിടെ അതേപോലെ ഇതുപോലെ നേർന്ന് ശേഷം ഉള്ളിലോട്ട് എടുത്ത ശ്വാസം പുറത്തേക്ക് വിടണം. അതൊക്കെ ഇതാണ് ബ്രീത്തിങ്. ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാന സംഭവം. അത് ചില വർക്കൗട്ടിനും മാത്രമേ ഈ ബ്രീത്തിങ് മറ്റുള്ള കാര്യങ്ങളുള്ളൂ. ചില വർക്കൗട്ടിങ് മറ്റുള്ള കാര്യങ്ങൾ ബ്രീത്തിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് തന്നെയാണ്. അത് 10 തവണ നമ്മൾ ഇതുപോലെ ശക്തിമാന്റെ പോലെ മുന്നിട്ട് ചിലപ്പോൾ ഇതുപോലെ വീഴുന്നിരിക്കും.
ആദ്യം ഇതുപോലെ നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും. ലാസ്റ്റ് ഇത്രയുള്ളൂ. പിന്നെ മൂന്നാമത് കാണിക്കുന്ന അത് പുഷപ്പിന്റെ ആദ്യൊരു ഘട്ടമാണ്. പുഷപ്പിന്റെ സംഭവം അവിടെ ചെയ്യുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവിടെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ മൂന്നാമത്തെ സംഭവം വർക്കൗട്ട് ചെയ്യുമ്പോ എന്ത് ചെയ്യണം, ഞാൻ വീഡിയോസിൽ പറഞ്ഞത് പോലെ രണ്ട് കൈയും ഇതുപോലെ പിടിച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്യണം. എന്നിട്ട് ഞാൻ നിൽക്കണ പോലെ ഇത്ര കുറച്ച് അകലം ഇത് നിൽക്കുക. ഇത് വയ്ക്കുക. കാല് ചെറുതായി കാലൊക്കെ ചെറുതായിട്ട് അകത്ത് നിർത്താം. ഇത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ വളയാണ്ട് നേരെ നിന്ന് ഇതുപോലെ കൊട്ടിട്ട് ഇതുപോലെ വെച്ചിട്ട് നിൽക്കാം. ഇതൊക്കെ ചെയ്യുന്നതിന് അതെങ്ങനെ ചെയ്യുന്നത് എന്നിട്ടാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം നേരത്തെ നിൽക്കുക. നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഒരിക്കലും വളഞ്ഞു പോകാനും പാടില്ല. ഇങ്ങനെ താഴത്തെ പുഷ് ചെയ്യുന്ന സമയത്ത് നേരെ ഇയാൾക്ക് വളഞ്ഞ് പോകാൻ പാടില്ല. താഴോട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വളഞ്ഞ് പോകാനും പാടില്ല. നേരെ നിന്ന് നമ്മുടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യുന്ന പോലെ ഇതുപോലെ എടുത്ത് വീണ്ടും നേരെ തന്നെ വീട്ടിലേക്ക് ചെയ്ത് ഇതുപോലെ നിൽക്കാം. വീണ്ടും അപ്പോൾ
ബ്രേക്കിംഗ് ചെയ്യുന്നത് ഇതുപോലെ പുഷ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഇതുപോലെ പുഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വീഴാം. ശ്വാസം ഉള്ളിലോട്ട് എടുക്കണം. ഇത് കുറച്ച് നേരം ഹോൾഡ് പിടിച്ചിട്ട് ജസ്റ്റ് ഈ ബ്രീത്തിങ് വരാൻ നിൽക്കുന്ന രീതി വരെ നിങ്ങൾ ശ്വാസം എടുത്ത് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അങ്ങനെ വെച്ച് ചെയ്ത് അങ്ങനെ ഇതുപോലത്തെ ഇത് വരുന്നുണ്ട്. പുറത്തോട്ട് ശ്വാസം ചെയ്യാം. ഇതുപോലെ പുറത്തേക്ക് കളയാം. ഇതുപോലെ പതിയെ പുഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബാക്കിലോട്ട് റിവേഴ്സ് ചെയ്ത് വരാൻ ഉണ്ട്. നേരത്തെ ഉള്ളിലോട്ട് എടുത്ത ശ്വാസം റിവേഴ്സ് ചെയ്ത് ബാക്കിലോട്ട് വരുമ്പോൾ നേരത്തെ ഉള്ളിലോട്ട് എടുത്ത ശ്വാസം നിങ്ങൾ റിവേഴ്സ് ചെയ്ത് വരില്ലേ, നിൽക്കില്ല. അപ്പോൾ നിങ്ങൾ എടുത്ത ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് ഫസ്റ്റ് പുഷപ്പിൻ്റെ സംഭവം. അപ്പോൾ ഗൈസ്, അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പുഷപ്പാണ്. രണ്ടാമത്തെ പുഷപ്പ് ഇപ്പോഴത്തെ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ബെറ്റർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് രണ്ടാമത്തെ പുഷപ്പ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലം. അപ്പോൾ 10 പ്രാവശ്യം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതിനും നേരത്തെ പോലെ എന്ത് ചെയ്യണം, ബ്രീത്തിങ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്യുന്നതിടയിൽ പഠനം ചെയ്തു കാണിച്ചു തരാം. നേരത്തെ
ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അകലത്തിൽ നിൽക്കാൻ, അത് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അകലത്തിൽ വേണം നിൽക്കാൻ. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇത് ഒരു 2 സ്റ്റെപ്പ് പിറകിലോട്ട് നിന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ കാലും ശരീരം സ്ട്രൈറ്റായിട്ട് നിൽക്കുക. എന്നിട്ട് നമ്മുടെ 2 കൈകളും ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ ഇതുപോലെ ഒരൊറ്റൊരു പിടിക്കുന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് പറയുന്നുണ്ട്. ഇതുപോലെ നിൽക്കുക. എന്നിട്ട് രണ്ടിലോട്ട് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം മുന്നോട്ട് ഇരിക്കണം. എന്നിട്ട് അതുപോലെ മുന്നോട്ട് ശ്വാസം ചിലപ്പോൾ ശ്വാസം പിടിക്കാൻ പ്രയാസം ഉണ്ടാവും. എന്നാലും നിങ്ങൾ ശ്വാസം ഉള്ളിട്ടെടുത്തിട്ട് കുറച്ച് നേരം ബോഡി ചെയ്തിട്ട് എന്ത് ചെയ്യാനുള്ളത്, പതിയേനെ എടുത്ത ശ്വാസം പതിയേനെ പുറത്തേക്ക് വിടുക. പിന്നെ നമുക്ക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ അതും കാണിച്ചു തരാം. ചെറുതമാണ്. ഒറ്റ റൗണ്ടിൽ ഓരോന്ന് 30 തവണ വെച്ച് കാണിച്ചു തരാം. അപ്പം